Assalamu alaikum and welcome back to my channel. ഇന്ന് നമ്മൾ ഒരു ഇഫ്താർ സ്പെഷ്യൽ ഡിഷ് ആയിട്ടുള്ള ബീഫ് തേങ്ങാമുറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 പച്ചമുളകാണ്. അതും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി നമ്മൾ 2 സവോളയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സൈസിലുള്ള പൊട്ടാറ്റോവും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബീഫാണ്. ഇതിൽ നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും അതുപോലെ ഗരം മസാല ഇട്ട് വേവിച്ച് വെച്ച് ബീഫാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്യുമ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സവോള ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. സോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓവറായിട്ട് ഓയിലി ആയി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് മുട്ടയുടെ മേലിൽ പൊതിയാനായിട്ട് പറ്റില്ല. സവാളയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മീറ്റ് ആഡ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച ബീഫ് നമ്മളൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഗ്രൈൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തേക്കുവാണ്. ഇനി നമുക്കിതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് പൊട്ടാറ്റോവും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചതും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചേക്കുവാണ്. ഇനി ഇത് ഡിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്യാനുള്ള മുട്ടയും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുമ്പം അത്യാവശ്യം വലിയ ബോൾ എടുക്കുക, കാരണം ഈ മുട്ടേനെ കവർ ചെയ്യാൻ മാത്രം വലുപ്പമുള്ള ഒരു ബോൾ എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇത്ര വലുപ്പത്തിലൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ അത് വെച്ച് കവർ ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾ സ്മാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ആ കിഴങ്ങ് ഓവർ കുക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റില്ല, അത് ലൂസായിട്ടായിരിക്കും ഇരിക്കുക. അപ്പം കിഴങ്ങിൻ്റെ വേവ് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മുട്ടയിൽ ഫുള്ളി കവേർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയെടുക്കാം. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസ് വെച്ചൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത ആ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ ഡസ്റ്റ് ചെയ്തെടുക്കരുത്. അതിലിട്ട് ഡസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മറ്റേ കൈ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ തേങ്ങാമുറി ഇത് എങ്ങനെ ഇരിക്കും കാണാനായിട്ട്. ഇനി ഇതുപോലെ എല്ലാതും ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 5 മുട്ടയും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൽ ഓരോ ബോൾസും ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇഫ്താർ ഡിഷായിട്ടുള്ള തേങ്ങാമുറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ നോട്ടിഫിക്കേഷൻ വിടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.